മമ്മൂക്ക ടെലിവിഷനിൽ കണ്ടിട്ട് അത് വിളിച്ച് അപ്രിഷിയേഷൻ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തു. നമുക്ക് സിനിമ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 5 ജനറേഷൻ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ തുടങ്ങിയപ്പം 19 വയസ്സാണ്. ഫസ്റ്റ് ഡയറക്ടർ രാമണ്ണ എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പോൾ ഞാനൊരു ഹോട്ടലിൽ പോയപ്പോൾ മണി അങ്ങനെ കണ്ണ് പിടിച്ച് മേളിൽ കയറ്റിയിട്ട് മാറ്റുന്നില്ല. എനിക്ക് പേടിയാകാൻ തുടങ്ങി. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും മണി മതി മാറ്റുന്നു. ഇല്ല സാർ പോകുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കും, ഒരു പ്രത്യേക ടോൺ ഇൻ്റർനാഷണൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ടോണിൽ ചേട്ടൻ പുകന്ത് വിളയാടുന്നത്. അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ 2 ഷോട്ട് എടുത്തിട്ട് കാണിക്കാം, അങ്ങനെയൊക്കെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും. ശ്യാമപ്രസാദുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ, ഒരുപാട് വർഷത്തെ സൗഹൃദമായിരിക്കുമല്ലോ അതെങ്ങനെയാണ് ആ സൗഹൃദം ഫോം ചെയ്യപ്പെടുന്നത്? പിന്നെ അത് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തു, അതിനകത്തൊക്കെ ഈ കെമിസ്ട്രി വർക്ക് ആയിട്ടുണ്ടാവുമല്ലോ. ശ്യാമ് തുടക്കത്തിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് ക്രിയേറ്റിവിറ്റി സംസാരിക്കുന്ന ഒരു ഫ്രണ്ടായിട്ട് മാറി. നമ്മുടെ എല്ലാ എങ്ങനെയായിരുന്നു പരിചയം? ദൂരദർശനിലെ ദൂരദർശനിലെ പുള്ളി അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായിരുന്നു. ഞാൻ ക്യാമറമാൻ ആയിരിക്കുമ്പോൾ പുള്ളി അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ, ബൈജു ചന്ദ്രൻ പ്രൊഡ്യൂസറായിരുന്നു, സാജൻ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോമൺ സ്പേസ് കിട്ടുമ്പോൾ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യണമെന്ന് മാത്രം ചർച്ച ചെയ്യും. അങ്ങനെയാണ് ശ്യാം പ്രസാദ് ഇൻട്രസ്റ്റഡ് ഇൻ ഫിക്ഷൻ, ബൈജു ചന്ദ്രൻ ഇൻ ഡോക്യുമെൻ്ററി ആൻഡ് സ്പെഷ്യൽ ഫീച്ചർ ലൈക്ക് നാട്ടിൻപുറം അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ ചെയ്തത് സാജൻ. ഈ 3 പേരുടെ കോമൺ ക്യാമറമാനായിട്ട് ഞാൻ ആയി. ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടിയ ശേഷമാണ് വേനലിൻ്റെ ഒഴിവ് എന്ന് പറഞ്ഞ് മാധവിക്കുട്ടിയുടെ സ്റ്റോറി എടുത്ത് നമ്മളൊരു ടെലിഫിലിം എന്ന് പറയുന്ന 40 മിനിറ്റ്സ് അത് ചെയ്തു. അത് കണ്ടിട്ടാണ് മമ്മൂക്ക ആദ്യമായിട്ട്, അന്ന് ടെലിവിഷനൊക്കെ സിനിമ പീപ്പിൾ വാച്ച് ചെയ്യാൻ എനിക്കറിയില്ല, മമ്മൂക്ക ടെലിവിഷനിൽ കണ്ടിട്ട് അത് വിളിച്ച് അപ്രിഷിയേഷൻ ടെലിവിഷനിൽ വിളിച്ച് പറഞ്ഞു, ഇതിൻ്റെ ഡയറക്ടർ ആരാ, ഇതിൻ്റെ ക്യാമറ ചെയ്തതാണ്, എല്ലാം അപ്രിഷിയേഷൻ. അങ്ങനെ മമ്മൂക്ക പോലെ ഒരാൾ ഇങ്ങനെ ഇത്ര ടെലിവിഷൻ മീഡിയ അന്ന് ഫിലിമിലേ ഞങ്ങൾ ആരും ടച്ച് ഇല്ലാതെ ഇരിക്കുന്ന ടൈമാണ്. അങ്ങനെ അപ്രിഷിയേഷൻ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തു, നമുക്ക് സിനിമ ചെയ്യണം. പല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പല സ്വഭാവത്തിലുള്ള പല കാഴ്ചകളിൽ സിനിമേനെ കാണുന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ സാർ എങ്ങനെയാണ് കണ്ടത്? ഇപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം പോലെയാണ് അവരുടെ സിനിമകൾ ഡിഫറെന്റ് സ്വഭാവത്തിലുള്ള. അപ്പൊ സാർ ഇതെങ്ങനെയാണ് ഇതിനെയൊക്കെ കണ്ടത്? എന്താ ഈ ഫീൽഡിൽ സക്സസ് ആവുകയാണെങ്കിൽ ബേസിക്കലി ഞാൻ ക്യാമറമാൻ പറ്റി പറയാം, സിനിമാട്ടോഗ്രാഫർ അല്ലെങ്കിൽ ക്യാമറമാൻ എന്ന് പറയുന്ന ഏത് ടേംസ് ആണെങ്കിലും ഓക്കെ. നമ്മൾ ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഒബ്സർവേഷൻ മസ്റ്റ് വേണം, പിന്നെ ക്യാരക്ടർ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ക്യാരക്ടർ ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര യാത്ര ചെയ്യാൻ പറ്റില്ല. സോ ഐ അഡ്ജസ്റ്റ് മെനി തിങ്സ് അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ ഓഫ് ദ ഡയറക്ടർ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 5 ജനറേഷൻ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ തുടങ്ങിയപ്പം 19 വയസ്സാണ്. ഫസ്റ്റ് ഡയറക്ടർ രാമണ്ണ എന്ന് പറയുന്ന ഡയറക്ടർ, അടുത്ത് ഗിരുവാശങ്കർ, അവരാരും ഞാൻ ഇപ്പം മറന്നിട്ടില്ല, പിന്നെ MA തിരുമുഖം, ഇങ്ങനെയൊക്കെ. അന്ന് അവർക്ക് 65 വയസ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 65 വരുമ്പോൾ 24 വയസ്സ് ആളുകളുടെ കൂടെയാണ് ഞാൻ ക്യാമറ ചെയ്യുന്നത്. അതിന് ഇടയ്ക്ക് സത്യനന്ദികാട് നിന്നും പ്രിയദർശനൊന്ന് ശ്യാമപ്രസാദ് ഇവരെല്ലാവരും പല പല റേഞ്ച് ഓഫ് ഏജാണ്. അതുപോലെ 5ാമത്തെ ജനറേഷൻ കൂടിയാണ് ഇപ്പം വർക്ക് ചെയ്തത്. TK രാജീവ് കുമാറുടെ സണ്ണാണ് UK വേണ്ടി ഒരു ഫിലിം ചെയ്തു. അപ്പോൾ ഇത് അവരുടെ മനസ്സ് നമ്മൾ അറിഞ്ഞിട്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കണ്ടൻറ്റ്, അവരെന്താ ഉദ്ദേശിക്കുന്നത്, അവരുടെ സ്റ്റോറിക്ക് വാല്യൂ കൊടുത്തിട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഒരു 280-300 ഡയറക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്ത് കാണുമെന്ന് പറഞ്ഞു. കുറച്ച് പേരുടെ പേര് കിട്ടി, കുറച്ച് പേരുടെ പേരല്ല മുഖങ്ങൾ ഓർമ്മയുണ്ട്. അങ്ങനെ ഇത്ര ഡയറക്ടേഴ്സ് കൂടെ യാത്ര ചെയ്യാൻ പറ്റി. പല കാലത്തിലുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു. സാർ ഇപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണമല്ലോ, നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അതെന്താണ് സാർ അതിന് ചെയ്യുന്നത്? അത് ലേണിംഗ് പ്രോസസ്സാണ്. പുതിയ കാലത്ത് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ വന്നു, AI വന്നു, വിർച്വൽ പ്രൊഡക്ഷൻ വന്നു. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മളിത് മാറണമല്ലോ, സ്വിച്ച് ചെയ്യണമല്ലോ അതിനനുസരിച്ചിട്ട്. ഡെഫിനറ്റാ. അതായത് നമ്മൾ ഫിലിമിലിരുന്ന് ഡിജിറ്റൽ വന്നപ്പം പലരും എതിർത്തു.
digital technology will spoil the quality of the film. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ടുമാറോസ് ടെക്നോളജിയാണ്, അത് അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഐ വിൽ ബി എ ബാക്ക് ബെഞ്ച് ഓൾഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് ഒഴിവാക്കും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലേ ഞാൻ ഡിജിറ്റൽ ഓരോരോ ലേണിംഗ് പ്രോസസ്സിങ് തുടങ്ങി. ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ പോയപ്പോൾ പ്രസാദിൽ വന്ന് ഒരു പുതിയ ഗ്രേഡിംഗ് സിസ്റ്റം വന്നിട്ട് ഹൈ ഡെഫിനിഷൻ ഇത് ഗ്രേഡിങ് വന്ന്. അപ്പോൾ അതെന്താണ് ഞാൻ ആഗ്രഹിച്ചപ്പോൾ അവർ പറഞ്ഞ് യു ആർ ഇൻട്രസ്റ്റഡ്. യെസ്, അത് ന്യൂ ടെക്നോളജിയാണ്, ഏഷ്യയിലെ ബിഗസ്റ്റ് തിയേറ്ററാണ്, ബാർക്കോ പ്രൊജക്ടർ എന്ന് പറയുന്ന പ്രൊജക്ടർ ഇൻവെൻഷനാണ്. അപ്പോൾ ഞാൻ ഒന്ന് ടീച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഈസ് വെരി ജൂനിയർ ടു മീ, ലോട്ട് ഓഫ് ജൂനിയർ, സോ മെനി ഇയേഴ്സ് ജൂനിയർ. അങ്ങേരുടെ അടുത്ത് പഠിക്കുന്നത് എനിക്ക് ചമ്മലുണ്ടല്ലോ, വേണമെങ്കിൽ നെറ്റിൽ പഠിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി അതിൽ പ്രാക്ടീസ് ചെയ്ത് സക്സസ് ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ പോയി, ഞാൻ ചോദിച്ചു എനിക്ക് ലേണിങ്. അപ്പോൾ അതെടുത്ത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ട്, സിനിമോട്ടോഗ്രാഫേഴ്സ് ഗ്രൂപ്പിൽ, ഇങ്ങനെ പുതിയ ടെക്നോളജി HDR ടെക്നോളജി വന്നിട്ടുണ്ട്, ആരൊക്കെ താല്പര്യമുണ്ടോ നമ്മൾ ഒരു ഐ വിൽ അറേഞ്ച് എ ക്ലാസ് ഇൻഡയറക്റ്റ്. അപ്പോൾ ലേണിംഗ് ഇസ് മസ്റ്റ്, ഇല്ലെന്നെ പറ്റില്ല. അപ്പം അന്ന് ഒരു ഗുരുവാണ് എന്നെ RSS തുടങ്ങി വെച്ചതെങ്കിൽ എൻ്റെ ജൂനിയേഴ്സാണ് എൻ്റെ ഗുരുവായിട്ട് മാറി. ഐ എം ലേണിംഗ് ഫ്രം ദം. ഇലവീഴ പൂഞ്ചിറയാണോ സാറ്? അതുവരെ ആ സ്ഥലത്തെ പറ്റിയിട്ട് അധികം ആർക്കും അറിയില്ലായിരുന്നു അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇലവിഴ പൂഞ്ചിറ പടത്തിൽ വരാൻ കാരണം ഇലവിഴ പൂഞ്ചിറ ലോക്കൽ പീപ്പിൾ മാത്രം അറിയാം. ഞാൻ അതിന് മുമ്പ് ദൂരദർശനിൽ വർക്ക് ചെയ്യുമ്പോൾ ജോസഫിനൊരു എൻ്റെ കൂടെ ന്യൂസ് എഡിറ്റർ, അദ്ദേഹം പറഞ്ഞ് എൻ്റെ സ്ഥലം തൊടുപുഴയാണ്, അഴകപ്പനെ കൊണ്ടുപോകും, അഴകപ്പന് നേച്ചർ ഭയങ്കര ഇഷ്ടമല്ലേ. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊടുപുഴയെ പറ്റി പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോവാം. തൊടുപുഴയ്ക്ക് വേറെ ഒരു കവറേജ് വേണ്ടി NSSO അങ്ങനെ NCC ക്യാമ്പോ എന്തോ പറഞ്ഞിട്ട് പോയതാ. അപ്പം ഞാൻ പക്ഷെ നടക്കണം, 8 കിലോമീറ്റർ എന്തോ നടക്കണം പറഞ്ഞു. നമ്മൾ നടക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തോഴത് ക്യാമറ വെച്ചിട്ട് എൻ്റെ അസിസ്റ്റൻറ്റ് ട്രൈപ്പോഡ് വെച്ചിട്ട് കൂടെ ഒരു സൗണ്ടിൽ ഒരാളുണ്ടായിരുന്നു, 3 പേരും നടന്നു. ഒരു പോയപ്പോൾ എല്ലാവരും ടയർഡായി പറഞ്ഞു. അവിടെ പോയപ്പം ഒരു ചർച്ച് കണ്ടു. ആ ചർച്ചിൽ പോയിട്ട് കുറച്ച് നമ്മൾ ഒരു അച്ഛനെ കണ്ടപ്പം എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തന്നു, ഒരു ചായ തന്നു. ആ എനർജി വെച്ചിട്ട് വീണ്ടും കയറി. മേളിൽ പോയപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, ഇങ്ങനൊരു സ്പോട്ട് കേരളത്തിൽ ഉണ്ടെന്നു. അപ്പോൾ ഞാൻ ചെറിയ ഐ ബിക്കം മാഡ്, കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത്, എല്ലാ ആംഗിളും ഷൂട്ട് ചെയ്ത്, അതിൽ കിട്ടുന്ന സാധനങ്ങൾ എല്ലാം ഷൂട്ട് ചെയ്ത്. അപ്പം മതിന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് കൊതി തീർന്നില്ല ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ 2-3 ടേപ്പ് ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ട് അത് എഡിറ്റിങ്ങിൽ വന്നിട്ട് അത് 5 മിനിറ്റ് ഒരു ഫീച്ചറായിട്ട് ഉണ്ടായി. ആ ടെലികാസ്റ്റ് ചെയ്തപ്പം അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കരുണാകരൻ സാറ്. അപ്പോൾ കരുണാകരൻ സാറ് ടെലിവിഷൻ അന്ന് എല്ലാവരും വാച്ച് ചെയ്യും, കാരണം ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അന്ന് കണ്ടിട്ട് സ്റ്റോറി കണ്ടിട്ട് ഉടനെ ദൂരദർശനിൽ അദ്ദേഹത്തിൻ്റെ PA വിളിച്ചു ഡ്യൂട്ടി റൂമിൽ. ഡ്യൂട്ടി റൂമിൽ ഒന്ന് ഓഫീസർ പറഞ്ഞു പോയ ക്യാമറമാനോട് ഉണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് CM തന്നെ സംസാരിച്ചു, കരുണാകരൻ സാർ ഇതെവിടെയാണെന്ന്. ഞാൻ പറഞ്ഞു തൊടുപുഴയാണ് സാർ, ഇത് എഡിറ്റർ അകത്തുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ പറയാം, അദ്ദേഹത്തിൻ്റെ നാടാന്ന് പറഞ്ഞു. ഓടി ചെന്നിട്ട് എഡിറ്റർട്ട് പറഞ്ഞ അദ്ദേഹം CM വിളിച്ചു പറഞ്ഞു. ഭയങ്കര സന്തോഷമായില്ല. ഉടനെ ഞങ്ങൾ തിരിച്ചു വിളിച്ച് പുള്ളി പറഞ്ഞു ഒരു അനൗൺസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് റോഡില്ല സാർ, നടന്നേ പോകാവുന്നു. അപ്പോൾ റോഡ് ഇടാൻ വേണ്ടി ഇമ്മീഡിയറ്റ് പൈസ സാങ്ഷൻ ചെയ്ത് അത് അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു റോഡ് ഉണ്ടാവുന്നു ആദ്യമായിട്ട്, നടന്നു പോകാനുള്ള റോഡ്, ജീപ്പ് വേണമെങ്കിൽ പോകും. പക്ഷെ അത് ഞാൻ വിനയൻ്റെ പറഞ്ഞപ്പോൾ വിനയൻ പറഞ്ഞ് അഴകപ്പന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ. അങ്ങനെയാണ് ഓപ്പണിംഗ് ഷോട്ട്സ് ഒക്കെ അവിടെ പോയി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നടന്നു പോയി, ഞങ്ങളൊക്കെ നടന്നു പോയി. പിന്നെ നമ്മൾ എന്താ ഇത് തൂക്കിക്കൊണ്ടുപോകുന്ന ഡോളി സെറ്റപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഡയറക്ടർ വിനയനെയും കുറേ ആർട്ടിസ്റ്റുകൾ, കലാഭവൻ മണി നടന്നു വന്നു. ചിലർ മാത്രം നടക്കാൻ പറ്റില്ല പറഞ്ഞവരെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യും. ഈ കലാഭവമണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കലാഭവമണിയുടെ നമ്മൾ ഏറ്റവും ഓർത്ത് വെക്കുന്ന ഒരു സിനിമയാണ് വാസന്തി ലക്ഷ്മി. അതില് സാറിന് എന്താ തോന്നിയത്? പുള്ളി ആദ്യം എനിക്ക് ആ പടം കംപ്ലീറ്റ് ഇല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്ത ശേഷം എനിക്കൊരു വിശ്വാസം വന്നില്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ ഫിലിം ആവുമോ, ഒരാൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ. അപ്പോൾ അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് എന്നുള്ളത് ആസ് എ ക്യാമറമാൻ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒരാളുടെ കണ്ണ് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, എല്ലാവരും പറയുന്ന പുള്ളി അങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് എന്ന് തോന്നിയപ്പോൾ വിനയൻ പറഞ്ഞു, ഡയറക്ടർ വിനയൻ, അഴകപ്പന് കൊച്ചി വരെ വരും, മണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന്. അങ്ങനെയാണ് മണിയെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, പല സീരിയലൊക്കെ അഭിനയിക്കുമ്പോൾ എവിടെയോ ട്രിവാൻഡ്രത്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്.
അപ്പം ഞാനൊരു ഹോട്ടലിൽ പോയപ്പോൾ മണി അങ്ങനെ കണ്ണ് പിടിച്ച് മേളിൽ കയറ്റിയിട്ട് മാറ്റുന്നില്ല. എനിക്ക് പേടിയാകാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും, മണി മതി മതി മാറ്റുന്നത്. ഇല്ല ഇല്ല സാർ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കാം. അപ്പോൾ ഇനി ടെൻഷനായി. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞു. കാരണം അപ്പം എനിക്ക് 100% മണിയെക്കൊണ്ട് ചെയ്യാൻ പറ്റും, മണിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമെന്നുകൊണ്ട് തീരുമാനം. അല്ലാതെ അങ്ങനെ ആർക്കും കണ്ണ് ഇത്രയ്ക്ക് ഉള്ളിലെടുത്ത് ഹോൾഡ് ചെയ്യുന്ന പ്രാക്ടീസ് എങ്ങനെ ചെയ്തെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് കർമാടി കുട്ടൻ ചെയ്തു, ചോട്ടാ മുംബൈയിലുണ്ട്, പല പടങ്ങളും നല്ല പടങ്ങളും ചെയ്തു. പിന്നെ ചോട്ടാ മുംബൈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ചോട്ടാ മുംബൈ. അതില് നമ്മൾ ഒരു ക്യാരക്ടർ മോഹൻലാലിന് മാത്രമല്ലല്ലോ നമ്മൾ അതിനകത്ത് പറയാ, അതിൽ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ പറയും. ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ സെറ്റിൽ വെച്ചിട്ടുള്ള അങ്ങനെ രസകരമായിട്ടുള്ള ഇത് ഇങ്ങനെ ഒരു കൾട്ട് സിനിമ പോലെ ആളുകൾ പിന്നെ കാണും ഏറ്റെടുക്കുന്ന അന്ന് തോന്നലുണ്ടായിരുന്നോ? അല്ല, അന്ന് തോന്നിയില്ല. അന്ന് ചെയ്യും മുമ്പ് തന്നെ ഞാൻ ചെയ്യണോ ചെയ്യണ്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം ഞാൻ പോകുന്ന സോണർ വേറെയായിരുന്നു. അതിന് ചോട്ടാ മുംബൈക്ക് മുമ്പ് ചെയ്ത പടം ഒരേ കടലാണ്. അപ്പോൾ ഒരേ കടലിലിരുന്ന് ഇവിടെ ട്രാൻസിഷനായിട്ട് എന്നെ മാറ്റാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതിന് മുമ്പ് ചെയ്ത പടങ്ങൾ കണ്ടാലും അങ്ങനെ ഒരു പടങ്ങൾ ഞാൻ ഇതുപോലെ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി പോലെ ഒരു പടം ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് വില്ലേജ് സ്റ്റോറി എങ്ങനെ കുറേ സബ്ജക്റ്റ് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ചെയ്തു വരിക. അഗ്നിസാക്ഷി അങ്ങനെയൊക്കെ പോയിട്ട് വരുന്ന ട്രാക്കാണ്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഇത് എന്തെന്ന് മനസ്സിലായില്ല കഥ. കാരണം ഇങ്ങനെ ഒരു കൾച്ചറുണ്ടോ ഫോർട്ട് കൊച്ചിയിൽ എനിക്കറിയില്ല. ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ. അപ്പം ഞാൻ അൻവർ ചെയ്തിട്ട് പറഞ്ഞ് ഒരേ കടൽ സെറ്റിലിരുന്ന് വന്നതുകൊണ്ട് നേരിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ ട്രിവാൻഡ്രം വരെ പോയിട്ട് ഒറ്റ ചോദിച്ചു, പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ട്രിവാൻഡ്രം പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അൻവർ വിളിച്ച് പറഞ്ഞു, അൻവർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഡൗട്ട്, ഇതെനിക്ക് പിടി കിട്ടുന്നില്ലെന്ന്. ചേട്ടാ അങ്ങോട്ട് കയറിവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പെന്നിപ്പിയെ നേരമ്പോൾ ഒന്നുകൂടെ നറേറ്റ് ചെയ്തു. അപ്പം ഇത് മനസ്സിലായി ഒരു ഹ്യൂമർ സ്റ്റോറിയാണ്. പക്ഷേ ഇത് എങ്ങനെ സിനിമാറ്റോഗ്രാഫി ഇത്ര ക്രൗഡഡാ, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നൊക്കെ എൻ്റെ ടെക്നോളജി ചേട്ടൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് എനിക്കുണ്ട് ഒരു മെക്സിക്കൻ ടോണലിൽ ക്രിയേറ്റ് ചെയ്യാന്ന്. അങ്ങനെ മെക്സിക്കൻ ഫിലിംസൊക്കെ അന്ന് ഒരു ടോണൽ വാല്യൂ ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ടോൺ ഇൻ്റർനാഷണലി. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ടോണിൽ ചെയ്യുന്ന ചേട്ടൻ പുകന്ത് വിളയാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ 2 ഷോട്ട് എടുത്തിട്ട് കാണിക്കാം, അങ്ങനെയൊക്കെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവുന്നു. ഒരു സീൻ നമ്മൾ ചെയ്തപ്പോൾ അൻവർ ഭയങ്കര കോൺഫിഡൻ്റായി, ചേട്ടൻ ഇങ്ങനെ തന്നെ ഇത് തന്നെ കറക്റ്റ് എന്ന്. അന്നും യൂത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു 20 വർഷത്തിന് മുമ്പ് ഇഷ്ടപ്പെട്ട. ഇപ്പോഴാണ് കൂടുതൽ ഡാൻസും ഏറ്റെടുത്തത്, പാട്ടുകളും എല്ലാം. അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു. കാരണം ഇപ്പോൾ ജനറേഷൻ അത് എങ്ങനെ മുമ്പ് തന്നെ കണക്ട് ചെയ്തെന്നുള്ളത്. പിന്നെ അതുപോലെ ഒരു സിനിമയാണ് കാഴ്ച. അതായത് കാഴ്ച നമുക്കെല്ലാം ഇഷ്ടമാണെങ്കിലും വീണ്ടും കാണാൻ മടിക്കുന്ന ഒരു വേദനിപ്പിക്കുന്ന ഒരു സിനിമയാണ് കാഴ്ച. അതിന്റെ ക്ലൈമാക്സിൽ മമ്മൂട്ടി കൊടുക്കുന്ന അഡ്രസ് എഴുതി കൊടുക്കുന്ന പേപ്പർ ചുരുട്ടി കളയുമ്പോൾ ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ലാസ്റ്റുള്ള ഒരു ഹോപ്പും കൂടെ പോവാണ്. അങ്ങനെയാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ്. സിനിമയാണ് ഞാൻ ഈ ഇന്റർവ്യൂ വരെ മുമ്പ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ചെന്നൈക്ക് പോയത്. അവിടെ 3 ദിവസം ആ പടത്തിലിരുന്ന്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാം ഇപ്പോൾ നമ്മൾ പറയപ്പെടുന്ന വാക്കാണ് ജെൻസി. ആ കുട്ടികളാണ് എൻ്റെ കൂടെ ഇരുന്ന് ഗ്രേഡിങ്ങും യങ്ങർ ജനറേഷനാണ് കൂടെ ഇരുന്ന്. അവർ പോലും ഭയങ്കര ഫീൽ ചെയ്യുന്നു, NSR പടം എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഓരോ സീൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സ് നോവിക്കും. അപ്പം ഞാൻ പറയും ഇഷ്ടമാവുന്നു സാർ, ഇത് ഭയങ്കര ഫിലിം ഞങ്ങൾ പാക്കാൻ വിട്ടിട്ടൊന്നു രണ്ടാമത് കാണാൻ നമുക്ക് ഒരു. അപ്പം എപ്പോൾ ഞാൻ പോയപ്പോൾ അത് മമ്മൂക്കയുടെ ഓരോ ഫ്രെയിമിലും മമ്മൂക്കയുടെ ക്യാരക്ടർ ലൈഫുണ്ട്. അത് മമ്മൂക്ക അന്ന് പിടിച്ച ഒരു എന്താ പറയുക ഒരു ആക്ടിങ് ഇന്നും പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൺസിസ്റ്റൻസി ഓഫ് ആക്ടർ ഒന്നും ഇടയ്ക്ക് വിട്ടുപോകുന്നില്ല. പുതിയ ഐഡിയ ആയിട്ട് പുള്ളി അന്ന് ഇതൊരു പുതുമയായിരുന്നു പുള്ളിക്ക്. ഈ ഒരു പടം ദയനീയമായിട്ട് നിൽക്കുന്ന ഒരു മാധവൻ ക്യാരക്ടർ വളരെ കഷ്ടം തോന്നുന്നു. ഇപ്പം ഞാൻ ഗ്രേഡ് ചെയ്യാൻ പോയപ്പോൾ എത്ര വർഷം കഴിഞ്ഞ് എനിക്കും ഫീൽ ചെയ്യും, നമുക്ക് എന്ത് പറ്റി. അങ്ങനെ റിയാലിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അത് ഇപ്പം ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു കാഴ്ച വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കും. ഇൻഡയറക്റ്റ്ലി അത് കൺവേ ചെയ്തതാണ് ഒരു ഹ്യൂമൻ വാല്യൂ എങ്ങനെ കൊടുക്കണമെന്നും
ഇപ്പോൾ ആലോചിക്കുമ്പോ ആ കുട്ടി ഇപ്പം ഇത്ര വർഷം കഴിഞ്ഞ് നമ്മളിപ്പോ സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെ ശരിക്കും ഉള്ളവരായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇപ്പൊ ആ കുട്ടി എന്തായിട്ടുണ്ടാവും, മാധവൻ ഇപ്പൊ എന്തായിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ. അതെ അതെ. സാധാരണ ഒരു ക്യാരക്ടർ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു ആ അവരുടെ രാജ്യത്തിൽ, അതുകൊണ്ട് നമ്മുടെ കർമ്മം തീരുന്നല്ലോ. പക്ഷെ അവിടെയും നമുക്കവിടെ ക്യാരക്ടർ വിടുന്നില്ല. സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അത് ലാസ്റ്റിൽ ഇടുന്ന ഷോട്ട് അവിടെ വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് അത് ഒരു പെയിൻഫുൾ ഷോട്ടായിട്ട് വന്നില്ല. അപ്പം ഞാൻ ബ്ലസ്സിട്ട് പറഞ്ഞു ഇത് ലേറ്റർ സ്റ്റേജ് എടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ അസിസ്റ്റൻസൊക്കെ ചോദിച്ചു ഒരു പേപ്പർ ഇടുന്ന ഷോട്ട് എന്തിനാ ഇത്ര സ്ട്രെയിൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ സ്ട്രെയിൻ ഉണ്ട്, അത് മനസ്സ് നോയി, പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എൻ്റെ അസിസ്റ്റൻസൊക്കെ പറഞ്ഞു. ആണോ സാർ എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലായില്ല. ഒരു പേപ്പർ ഇടുന്ന് അതിൻ്റെ ഒരു ക്യാമറ വെച്ചിട്ട് എടുക്കണം, അത് സിമ്പിൾ ഷോട്ട്. അത് ആലപ്പിയിൽ വന്ന് നമ്മൾ ആ പാച്ച് വർക്ക് പോലെ അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ആ ഒരു ഷോട്ട്. ശരി. അത് പെർഫെക്ഷൻ വരാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അത് 3 ടേക്കായി 4 ടേക്കായി കറക്റ്റ് അങ്ങനെ കറങ്ങി പോകുന്ന അതിൻ്റെ ഒരു സ്പീഡ് കിട്ടുന്നവരെ എടുത്ത് പെർഫെക്റ്റായിട്ട് മനസ്സിന് ഊഹിക്കുന്ന ഒരു സംഭവം. അതാണ് ഡീറ്റെയിലിംഗ് പറയുന്നത്. അതിന് ബ്ലസ്സി ആദ്യത്തെ ഫിലിം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്ത ഒരു ഫിലിമാണ്. പുള്ളിക്ക് ഒരുപാട് എന്താ പറയുക ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഫിലിം വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന സ്ക്രിപ്റ്റാണ്, ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റാണ്. അത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അത് ഒരു ബുക്കായിട്ട് വായിക്കുകയാണെങ്കിൽ ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ്. സാറിന് അങ്ങനെ ഇഷ്ടപ്പെട്ട, സാറ് ചെയ്തതിൽ അങ്ങനെ ഇതുപോലെ കാഴ്ച പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ? കുറേ സിനിമ ഉണ്ട്. മെഡീരിയൻ ഒരു സിനിമ അത്ര സക്സസ് ആയില്ലെങ്കിലും അതിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഭയങ്കര ഇപ്പം ഇന്ദ്രജിത്തിൻ്റെ വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് ഒരു ക്യാരക്ടറാണ്. കാവ്യയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര ട്രൂത്ത്ഫുള്ളാണ്. അതിൽ ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരേ കടൽ, അത് ഹ്യൂമൻ റിലേഷൻസ്, അതിപ്പോൾ നമ്മൾ റോങ് റിലേഷൻ പറഞ്ഞ് റൈറ്റ് ഇത് പറയാൻ പറ്റില്ല. റിലേഷൻഷിപ്പ് അതൊരു ഹ്യൂമനിൽ ഉണ്ടാവുന്ന അൺനോയിങ്ലി ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അത് ഭയങ്കര ട്രൂത്ത്ഫുള്ളായിട്ട് കാണിച്ച ഒരു. ഇനി ആ ചോദ്യം ചോദിക്കുന്നതിന് ഇത്രയും നമ്മൾ സിനിമയെ പറ്റി സംസാരിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാര്യമില്ല. എന്നാലും സിനിമയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അഴകപ്പൻ ആരാവുമായിരുന്നു? അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സിനിമയിൽ ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരു ഡോക്യുമെൻ്ററി മേക്കറായ പോകും. കാരണം എനിക്ക് ടെലിവിഷനിൽ ഞാൻ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തത് ഹാപ്പിയാണ്. പക്ഷെ ഒരു ധൈര്യം റിസൈൻ ചെയ്യാൻ ധൈര്യം കിട്ടിയത് കാരണം ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ എല്ലാവരും 80,000-90,000 റുപ്പീസ് പെൻഷൻ വാങ്ങിക്കുന്നവരാണ്, എൻ്റെ ജൂനിയറായിരുന്നവരും. പക്ഷെ അത് ഞാൻ അന്ന് റിസ്ക് എടുത്തതാണ്. അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ എന്നിൽ ഉള്ളിൽ എനിക്ക് ഫൈറ്റ് ചെയ്ത് വരാൻ പറ്റും. ഐ മസ്റ്റ് ലേൺ മോർ, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് വന്നത്. അതിന് ഫാമിലി സപ്പോർട്ടുണ്ട്, വൈഫൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക്. സപ്പോസ് ഒന്നും ആയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്യുമെൻ്ററി മേക്കറായിട്ടോ അങ്ങനെ ഒരു. പക്ഷെ എവിടെയും മനസ്സിൽ നിന്ന് സിനിമ പോവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ചോദ്യത്തിന് ആക്ച്വലി പ്രസക്തി ഇല്ല. വരണമെന്ന് വിചാരിച്ച എല്ലാവർക്കും വരണമെന്ന് ഡെഫിനറ്റ് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു ബ്ലെസ്സിങ് ആണ്. സാർ ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ അത് പറയാൻ പറ്റുമോ? അതെ, അത് ഞാൻ എൻ്റെ ഒരു യാത്ര സിഗ്സാഗ് യാത്രയാണ്. ഇങ്ങനെയാണ്, ഇങ്ങനെ വന്ന് ടെലിവിഷനിൽ വന്നു, സിനിമ പോയി, സിനിമ വേണ്ടെന്ന് വെച്ച് പിന്നെ ടെലിവിഷനിൽ വന്നു, വീണ്ടും പിന്നെ ഡോക്യുമെൻ്ററി മേക്കിങ്ങിൽ പോയി, വൈൽഡ് ലൈഫിൽ പോയി, ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഇത് ജോയ് മാത്യു എന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത്. അഴകപ്പൻ്റെ ഒരു ജേണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അത് ഞാൻ ഒരു ബുക്കാക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മാതൃഭൂമി ബുക്സ് ഇതൊന്ന് ചെയ്തുകൂടെയും ചോദിച്ചു. അങ്ങനെ അതിൻ്റെ ഇപ്പം പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ദിരാഗാന്ധിയുടെ യാത്ര ചെയ്തതും KR നാരായണൻ സാറുടെ യാത്ര ചെയ്തതും പിന്നെ മമ്മൂക്കാവിടെ യാത്ര ചെയ്തതും ഒന്നൊന്ന് ഡിഫറൻസ് ഓണറാണ്. അതല്ലാതെ വേറെ ഒരുപാട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അത് എഴുതി വയ്ക്കാൻ വെച്ചു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. സോ നൈസ്.